ഹായ്, ഞാൻ ഡോക്ടർ ബിബിൻ ഫ്രാൻസിസ്. സാധാരണ ജനങ്ങൾക്ക് ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ സംശയങ്ങൾ ഇല്ലാതാക്കുകയുമാണ് നമ്മുടെ ലക്ഷ്യം. പല തെറ്റായ ധാരണകളും ജനങ്ങൾക്കിടയിലുണ്ട്. ഇതിലൊന്ന്, രോഗത്തെക്കാൾ ഭയാനകം അതിന് ചികിത്സാ രീതി എന്ന ചിന്ത. ഇതൊരു തെറ്റായ ധാരണയാണ്. പിന്നെ റേഡിയോതെറാപ്പി, കീമോതെറാപ്പി ഇവയ്ക്കെല്ലാം വലിയ പാർശ്വഫലങ്ങളുണ്ട് എന്ന ഭയം. ഇതും ഒരു തെറ്റായ ധാരണയാണ്. പാർശ്വഫലങ്ങൾ കുറയ്ക്കുന്നതിനായിട്ടുള്ള മുന്നേറ്റം ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതറിയാതെയാണ് പലരും ഇതിനെ ഭയക്കുന്നത്. പിന്നെ പ്രായം കൂടിയവരിൽ കീമോ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത. ഇതും ഒരു തെറ്റായ ധാരണയാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് പ്രായം ഒരു തടസ്സമല്ല. പലപ്പോഴും ചെറുപ്പക്കാരെക്കാൾ വേഗത്തിൽ ക്യാൻസറിനോട് പൊരുതാൻ പ്രായം കൂടിയവർക്ക് സാധിക്കും. പിന്നെ ചികിത്സയിലുള്ളവർക്ക് സാധാരണ ജീവിതം സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത. ഇതും ഒരു തെറ്റായ ധാരണയാണ്. നമ്മുടെ പല കീമോതെറാപ്പി പ്രോട്ടോകോൾസും OPD പ്രൊസീജിയർ ആണ്. വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ആകും. നമ്മുടെ സാധാരണ ജീവിതശൈലി നമുക്ക് തുടരാം. പക്ഷെ ചില കീമോതെറാപ്പി പ്രോട്ടോകോൾസ് IP അഡ്മിഷൻ ആവശ്യം വരും. 2-3 ദിവസം നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ സ്ഥിര ജോലി തുടരാം. അപ്പോ ഇതൊരു തെറ്റായ ധാരണയാണ്. അവർക്ക് സാധാരണ ജീവിതം പറ്റില്ല എന്നുള്ളൊരു ചിന്ത. മിഥ്യാധാരണകൾ ഒഴിവാക്കി ശരിയായ ചികിത്സ ശരിയായ സമയത്ത് നേടി നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം. താങ്ക് യു.